കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. വളരെ സന്തോഷമാണ്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്. മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി. കളഭാലങ്കാരം ഉണ്ടായത് പഴയം നന്തോദിക്കനാണ്. നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനെ ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്ത് കേട്ടോ. കളഭം കൊണ്ട് വളരെ കേമായിട്ട് അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. എന്താ ഒരു രസം എന്നറിയോ? ആളൊരു കാലിങ്ങനെ ഇടത്തെ കാലിങ്ങനെ തൂക്കിയിട്ട് വലത്തെ കാല് അങ്ങനെ കാലിൻ്റെ പെരുവിരൽ നുണയാണ് കേട്ടോ. ഉണ്ണാണ്. ഒന്നും കിട്ടിയിട്ടില്ല തോന്നുന്നു. വിശന്നിട്ടാ എന്ന് തോന്നുന്നു കേട്ടോ. കാലിൻ്റെ പെരുവിരലിങ്ങനെ കുടിക്കുകയാണ്. എന്താ ചെയ്യുക? യശോദാമ്മ എവിടെയാണാവോ? ഇന്നിപ്പോൾ ആരും ഒന്നും കൊടുത്തില്ല തോന്നുന്നു പൊന്നുണ്ണിക്കണ്ണന്. വളരെ വിഷമത്തിലാണ് ആളിരിക്കുന്നത്. ചിരിക്കണമൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഒന്നും കിട്ടാത്തതിൻ്റെ എനിക്ക് തോന്നുന്നു അത്രയും മധുരം ഉണ്ടോ ആ കാലിൽ എന്നാണ്. കാലിൻ്റെ പെരുവിരലിന് എത്രയും മാധുര്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. വെണ്ണ കഴിക്കണം അതേ ലാഘവത്തോടെയാണ് അതിങ്ങനെ കുടിക്കണത്. ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ചെറിയ കുട്ടികളിങ്ങനെ കാലിൻ്റെ വിരലൊക്കെ ഉണ്ണില്ലേ, അതേമാതിരിയാണ് ഇപ്പോൾ ഭഗവാൻ കൃഷ്ണൻ വിരൽ നുണയണത്. വളരെ കേമായിട്ടതിങ്ങനെ കാണാനുണ്ട്. നല്ല രസമായിട്ടുണ്ട്. എന്തായാലും നന്നായിട്ടത് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കാൽത്തളകളും കൈവളകളൊക്കെ ഉണ്ട്. ചെറിയ ഒരു കുഞ്ഞ ഉണ്ണിയാണേ. ആ കുഞ്ഞ ഉണ്ണി ഇങ്ങനെ അതിൻ്റെ വിരൽ നുണയണത് അത്രയും രസം ഉണ്ടാവും. അത്രയും തേന് ആയിരിക്കും. അല്ലെങ്കിൽ വെണ്ണയുടെക്കാട്ടിലും മാർദ്ദവമുള്ള വിരലുകളല്ലേ, അപ്പോൾ അതായിരിക്കാം. എന്തായാലും പുഞ്ചിരിയുണ്ട്. കാഴ്ചയിൽ നല്ല പുഞ്ചിരിയൊക്കെയാണ് ആൾ. അതിൻ്റെ ഒരു സ്വാദ് നുണയാണെന്ന് തോന്നുന്നു. അമ്മ കണ്ടിട്ടില്ല തോന്നുന്നു. എന്താ അവസ്ഥ എന്നറിയില്ല. എന്തായാലും നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് എല്ലാവരും എൻ്റെ കൂടെ ഗുരുവായൂരപ്പനെ കാണാൻ വരിക. എന്നെ ശ്രവിക്കുന്നവരൊക്കെ ഗുരുവായൂരാണ് എന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. ആ ഗുരുവായൂരപ്പനെ, ആ പൊന്നുണ്ണിക്കണ്ണനെ, ആ കാല് ഉണ്ണുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ, കാലിൻ്റെ പെരുവിരലുണ്ണുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾ മനസ്സിലേക്ക് സങ്കല്പിക്കുക. ആ മനസ്സിലേക്ക് ഇങ്ങനെ ആവാഹിക്കുക. അപ്പോൾ ആ ഗുരുവായൂരാണ് നമ്മൾ കാണാൻ പോയി നിൽക്കുന്നത്. ആ വാതിൽപ്പടി എത്തി. വാതിൽപ്പടിയിൽ നിന്ന് ഒന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ആ മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞു. അതും കഴിഞ്ഞ് നമ്മൾ സോപാനപ്പടിയിലേക്ക് അങ്ങോട്ട് എത്തി. ആ സോപാനപ്പടിയിൽ അങ്ങോട്ട് നമ്മൾ ആ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ആ ശ്രീലകത്തുനിന്ന് ആ ദിവ്യപ്രഭ ഇങ്ങനെ കാണുകയാണ്. ആ നെയ്വിളക്കിൻ്റെ പ്രഭയും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പ്രഭയും എല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോഴേ ആ സ്വർണ്ണഗോപിയൊക്കെ വെച്ചിട്ടുള്ള ഒരു കാഴ്ച ഉണ്ടല്ലോ, എന്താ ഒരു രസം. അതിങ്ങനെ കാണുമ്പോൾ നമ്മളെ മനസ്സിന് അത്രയ്ക്കും സന്തോഷം വരുന്ന സമയമാണ്. അപ്പോൾ നമ്മളെ വിഷമങ്ങളും സങ്കടങ്ങളും സന്താപങ്ങളും എല്ലാം അവിടെ ആ ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ അർപ്പിക്കുക. അപ്പോൾ നമ്മളെ എപ്പോഴും ഗുരുവായൂരപ്പൻ കാത്തോളും. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ